നമസ്കാരം. ദ വ്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വ്യൂവിൽ ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് സംവിധായകനും നടനുമായ TS അരുൺ ഗില്ലാഡിയാണ്. ഇപ്പോൾ തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റാർട്ട് ആക്ഷൻ സ്റ്റോറി എന്ന സിനിമയെക്കുറിച്ച് തന്നെ ആദ്യം തുടങ്ങാം. നമസ്കാരം. ആദ്യമേ നന്ദി അറിയിക്കുകയാണ് ജയ്ഹിന്ദിനെ ക്ഷണിച്ചതിൽ. പിന്നെ ഒരു സ്റ്റാർട്ട് ആൻഡ് സ്റ്റോറി എൻ്റെ പുതിയ സിനിമയാണത്. ഇത് കുഴപ്പമില്ല, തരക്കേടില്ലാതെ ഓഡിയൻസ് ഉണ്ട് സിനിമയ്ക്ക്. പിന്നെ അതുപോലെ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമയ്ക്കുള്ളിലെ സിനിമയാണ് പറയുന്നത്. നമുക്കറിയുന്ന ചുറ്റുപാട് നടക്കുന്ന സിനിമ ഓഡീഷൻസ് ഉണ്ട്, ഒരുപാട് തട്ടിപ്പടകളുണ്ട് സിനിമ ഇൻഡസ്ട്രിയിൽ. അത് ഞാൻ ഈ സിനിമയെ കൂടെ തുറന്ന് കാണിക്കുകയാണ്. ഇതെൻ്റെ ഒരു 4ാമത്തെ സിനിമയാണ്. ആ സിനിമ മരപ്പാവ, ഗോസ്റ്റ് ഇൻ ബെത്ലഹേം, ലൂട്ടൻ്റെ മോനായി, ഒരു സ്റ്റാർട്ട് ആക്ഷൻ സ്റ്റോറി. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം 100-ൽ പരം കലാകാരന്മാർ ഈ സിനിമയിൽ അഭിനയിക്കുന്നു എന്നുള്ളതാണ്. അതാണ് എൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത്. ഞാൻ തന്നെയാണ് ഒരു ഹ്യൂമർ വർക്കൗട്ട് ആയിട്ടുണ്ട് സിനിമയ്ക്കകത്ത്. ആക്ഷനുണ്ട്, 3 സോങ് ഉണ്ട്, 2 ഫൈറ്റ് ഉണ്ട്. ഒരു വ്യത്യസ്തമായ പ്രമേയമാണ് ഈ സിനിമ പറയുന്നത്. അതുപോലെ ഈ സിനിമയുടെ ഒരു വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇല്ലേ. ഫിലിം ഇൻഡസ്ട്രിക്കായിരുന്നാലും പൊളിറ്റിക്സിലായിരുന്നാലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്. ഇത് ഞാനൊരു ആക്ഷേപഹാസ്യ ഒരു രൂപേണയാണ് സിനിമയിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അത് പ്രേക്ഷകർ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്, അത് വളരെ സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്ന് പുതുമുഖങ്ങൾ, അപ്പോൾ നമുക്കറിയുന്ന സിനിമയിൽ ഒരുപാട് ചാൻസ് കിട്ടാൻ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് സിനിമയിൽ അവസരം ചോദിച്ചുകൊണ്ട്. ഞാൻ പൊതുവേ എൻ്റെ ഒരു സിനിമയിൽ പൊതുവേ ഞാൻ പുതുമുഖങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതാണ്. കാരണം എനിക്കും അങ്ങനത്തെ അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുള്ളതുകൊണ്ട് പൊതുവേ ഞാൻ പുതുമുഖങ്ങൾക്ക് കൂടുതൽ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ പുതുമുഖമാണെങ്കിൽ പോലും സിനിമയുടെ പിന്നിലും അല്ലെങ്കിൽ നാടകരംഗത്തായിരുന്നാലും മറ്റ് സമസ്ത മേഖലയിലായിരുന്നാലും കഴിവ് തെളിയിച്ചിട്ടുള്ളവർക്കാണ് ഞാൻ കൂടുതൽ മുൻഗണന കൊടുക്കാറുള്ളത്. അപ്പോൾ അവരെ കലാകാരന്മാരെ മാക്സിമം വളർത്തിക്കൊണ്ടുവരിക, അവസരം ഇതിൽ കൂടെ കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. അങ്ങനെയാണ് ഈ സിനിമ ഞാൻ എടുത്തത്. താങ്കളും ഈ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ ഒരു സംവിധായകൻ തന്നെ അഭിനയിക്കുകയാണല്ലോ, അപ്പോൾ ആ ഒരു അനുഭവം എങ്ങനെയാണെന്ന് പറയാമോ? ഇത് അനുഭവം ശരിക്കും ഞാനിത് എൻ്റെ 4 സിനിമയിലും 3 സിനിമയിലും ഞാൻ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. കുറച്ച് ലീഡ് റോളാണ് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഞാൻ ഈ കഥാപാത്രം ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതല്ല. ഇപ്പോൾ ഓഡീഷൻസ് കഴിഞ്ഞു. അപ്പോൾ ഇതിനൊരു കഥാപാത്രം എൻ്റെ മനസ്സിനിണങ്ങിയ ഒരു കഥാപാത്രം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ട്, പക്ഷേ ആ രൂപം വരുന്നതും അല്ലെങ്കിൽ ആ ഒരു ഹ്യൂമർ വർക്കൗട്ട് ചെയ്യുന്നൊരു കഥാപാത്രമാണ്. അത് അങ്ങനെ എനിക്ക് മാറ്റിയതാണ് ആ കഥാപാത്രം. പിന്നെ പറഞ്ഞതുപോലെ സംവിധാനവും അഭിനയവും തമ്മിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാര്യം അഭിനയിക്കണം, വീണ്ടും വന്ന് മോണിറ്റർ വെരിഫൈ ചെയ്യണം, തിരിച്ച് വീണ്ടും വരണം. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ ചെയ്ത് ശീലിച്ചത് കൊണ്ട് എനിക്ക് വലിയ പ്രശ്നം നിലവിലില്ല. പിന്നെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഉള്ള ആളുകളൊക്കെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? ഉണ്ട്. തമിഴ് അവരുടെയൊക്കെ എങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്? ഇത് ഓഡിഷൻ വഴിയാണ്. പിന്നെ പലപ്പോഴും എന്നെ പലരും കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. ഞാൻ പറയും അടുത്ത പടം ആയിക്കോട്ടെ, നെക്സ്റ്റ് പടം വിളിക്കും. അപ്പോൾ അങ്ങനെ ഫോട്ടോസ് അയക്കും. അങ്ങനെ ഞാൻ സെലക്ട് ചെയ്യാറുണ്ട്. ഞാൻ അങ്ങനെ ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇപ്പം റിലീസ് ചെയ്യാനുള്ള പരിപാടി ഉണ്ട് സിനിമ. അടുത്ത നെക്സ്റ്റ് വീക്കിൽ മിക്കവാറും ഞാൻ നാഗർകോവിലിൽ ഉടനെ റിലീസ് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് ഈ മരപ്പാവ എന്ന് പറയുന്ന സിനിമ ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കണ്ടന്റ് അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ? മരപ്പാവ പതിനൂറിലൊക്കെ മത്സരിച്ചപ്പോൾ അത് പിന്നെ അത്യാവശ്യം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് മൂവിയാണ് മരപ്പാവ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിൽ എത്തിയിട്ട് ഏകദേശം 2007 ഫിലിം അക്കാദമി കഴിഞ്ഞിട്ടാണ് ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിൽ വരുന്നത്. ആദ്യം മീഡിയ പ്രൊഫഷൻ, പിന്നെ പല മേഖലയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ആഡ് ഫിലിം, ഡോക്യുമെൻ്ററീസ്, അസിസ്റ്റൻ്റ് ഡയറക്ടർ. അത് കഴിഞ്ഞിട്ട് വരുന്ന ഫസ്റ്റ് മൂവിയാണ് മരപ്പാവ. അത് ശരിക്കും ഒരു സംവിധാനം സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ സിനിമ ഭയങ്കര ഒരു റിസ്ക്കാണ്. അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെ വർക്കൗട്ട് ആവും എന്നുള്ള ഭയം എപ്പോഴും ഉണ്ടാകും. പക്ഷേ എനിക്ക് ഭാഗ്യവശാൽ അത് ഞാൻ വിചാരിച്ച രീതിയേക്കാൾ മുകളിൽ എത്തിയെന്നുള്ളതാണ്. അതിൽ അഭിനയിച്ചവരായിരുന്നാൽ എല്ലാം ഞാൻ ഡ്രാമ ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു പെൺകുട്ടി, ഒരു 14 വയസ്സുള്ള മറിയാന്ന് പേര്. ആ കുട്ടി വളരെ മനോഹരമായിട്ട് അതിൽ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ വർഷം ചെയ്തതിൽ ഏറ്റവും നല്ല ഒരു പെർഫോമൻസ്. അന്ന് അവൾക്ക് 14 വയസ്സേ ഉള്ളൂ. 2 അച്ഛനാൽ റേപ്പ് ചെയ്യപ്പെടുന്നൊരു പെൺകുട്ടിയാണ്. അവൾ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ സ്റ്റേറ്റ് അവാർഡൊന്നും അത് പരിഗണിക്കപ്പെട്ടില്ല. കാര്യം ആ സമയത്ത് എടുത്ത് നോക്കിയാൽ അറിയാം സിനിമയിൽ കിട്ടിയ അവാർഡാണ്. ഞാൻ പേരെന്നെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാലും ആ കുട്ടി കിട്ടാത്തൊരു വിഷമമുണ്ട്. മറ്റ് കഥാപാത്രങ്ങളെ വിടാം, ആ കുട്ടിക്ക് കിട്ടേണ്ടതായിരുന്നു ആ വർഷം. പക്ഷെ അത് ഇവിടുത്തെ നിയമവ്യവസ്ഥയുടെ അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയം ആയിരിക്കും ഒരു പക്ഷേ അങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ ഒരു പെൺകുട്ടി ശ്രദ്ധിക്കപ്പെടാതെ പോയത്. പക്ഷേ സിനിമ അത്യാവശ്യം എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടു, പുരസ്കാരം കിട്ടി. അതിന് ഞാൻ ഹാപ്പിയാണ്.
ഇപ്പോൾ ഈ ചലച്ചിത്രം അവാർഡൊക്കെ ഇപ്പോൾ പ്രഖ്യാപിച്ചു. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ വിഭാഗത്തിൽ അവാർഡ് ഇല്ലായിരുന്നു. അത് മന്ത്രി സജി ചെറിയാനൊക്കെ അതിനെ സംബന്ധിച്ച് പറയുകയുണ്ടായി. അതായത് ഈ പറഞ്ഞ പോലെ അടുത്ത പ്രാവശ്യം അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ അവാർഡുകൾ ഈ ഏത് തരത്തിൽ കാണാൻ കഴിയും? അല്ല, അവാർഡുകൾ എപ്പോഴും ഒന്നുകിൽ കൃത്യമായി കൊണ്ട് എത്തിക്കാൻ സാധിക്കുന്നില്ല സിനിമകളിൽ നിന്ന്. ഒരുപാട് സിനിമകൾ ചെയ്ത് വരുന്നുണ്ട്. ഇപ്പം ചിൽഡ്രൻസ് ഫിലിമായിരുന്നാലും സബ്സിഡി ഉൾപ്പെടെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ചെയ്തു വരുമ്പോൾ ചിൽഡ്രൻസ് ഫിലിം ആവുന്നില്ല, പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? പിന്നെ അവാർഡ് നിർണ്ണയത്തിൽ അവർ മുമ്പിലെത്തുന്ന സിനിമ അല്ലെങ്കിൽ ഇപ്പോൾ സെൻസർ ചെയ്യാത്ത ഒരുപാട് സിനിമകളുണ്ട്. ഇതൊന്നും അവിടെ എത്തിപ്പെടാനില്ല. ഇപ്പോൾ സെൻസർ വേണോ വേണ്ടോ എന്നുള്ളൊരു ചർച്ചയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അത് മാറണം, നല്ല സിനിമകൾ വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എല്ലായിടത്തും രാഷ്ട്രീയ സ്വാധീനമൊക്കെ ആയിരിക്കും ഒരുപക്ഷെ അവാർഡ് നിർണ്ണയത്തിൽ വരുന്നത്. അത് മാറേണ്ട ഒരു സാഹചര്യം കഴിഞ്ഞു. കലാകാരന്മാരായിട്ട് കാണണം. അല്ലെങ്കിൽ എപ്പോഴും കൃത്യമായി കിട്ടാത്തവർക്ക് ഒരു പക്ഷേ കിട്ടണമെന്ന് നിർബന്ധമില്ല. അത്രയും പറയുള്ളൂ. പലപ്പോഴും ഈ പൊളിറ്റിക്സ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ സംസ്ഥാന അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പൊളിറ്റിക്സിനൊപ്പം നിൽക്കുന്നവർക്ക് അവാർഡ് കിട്ടുന്നത് നമുക്കൊരു പ്രേക്ഷകൻ എന്ന രീതിയിൽ തോന്നുന്നതാണ്. ഇപ്പോൾ ദേശീയ അവാർഡ് വന്നാലും ആ തരത്തിലാണ്. ഇപ്പോൾ ദേശീയ തലത്തിൽ ഒരുപക്ഷെ ഇവിടുത്തെ ഈ സംസ്ഥാന സർക്കാരുമായി ചേർന്ന് നിൽക്കുന്നവർ എത്ര വലിയ പെർഫോമൻസ് കാഴ്ചവെച്ചാലും അതിനൊരു പക്ഷേ അവാർഡ് കിട്ടണമെന്നില്ല. നമ്മളിപ്പോൾ ആടുജീവിതം പോലുള്ള സിനിമകളെടുത്ത് പരിശോധിച്ചാൽ അതുപോലെ തിരിച്ചും ഇവിടെ വന്നാലും ഇപ്പം മാളികപ്പുറം എന്ന് പറഞ്ഞ സിനിമ നമ്മളെടുത്ത് പരിശോധിച്ചാലും അപ്പോൾ അങ്ങനെയൊക്കെ ഈ ഒരു അവാർഡുകളെ ഒരു രാഷ്ട്രീയവൽക്കരിക്കുന്നതിനോട് എങ്ങനെയാണ് അത് പൊതുവേ? ഇപ്പം ഞാൻ പറഞ്ഞ ഇപ്പോൾ കേന്ദ്ര സർക്കാരാണെങ്കിലും ഇപ്പം നരേന്ദ്രമോദി സർക്കാരാണെങ്കിലും ഇവിടുത്തെ പിണറായി സർക്കാരാണെങ്കിലും അത്തരത്തിൽ അവാർഡുകൾ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ അങ്ങനെ ഒരു പൊളിറ്റിക്സ് അതിനകത്തുണ്ടെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്ന കാലത്ത് മാത്രമാണ് ഒരുപക്ഷെ അല്പം സുതാര്യമായി കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ കാണാം. അതിനെ എങ്ങനെ വിലയിരുത്താം? ഇതിൽ നമുക്കൊരു ഹോം സിനിമ എടുക്കാം. ഹോമിൻ്റെ വളരെ മനോഹരമായിട്ട് ചെയ്ത സിനിമ ഹോം സിനിമ. അതെന്തുകൊണ്ടന്ന് സ്റ്റേറ്റ് അവാർഡിൽ വന്നില്ല എന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇല്ലേ, വളരെ മനോഹര സിനിമയാണ്. ഇന്ത്യൻ സൈഡിലൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമ നല്ല മേക്കിംഗ് നന്നായിരുന്നു. പക്ഷേ അത് സ്റ്റേറ്റിൽ പോയി, അത് നാഷണൽ അവാർഡിൽ വരെ സിനിമ എത്തി എന്നുള്ളതാണ്. അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾക്ക് അതിൽ തന്നെ ഉത്തരവുണ്ട്. ഉദാഹരണത്തിന് എൻ്റെ സിനിമ ഒരു മരപ്പാവുന്ന സിനിമ, അത് IFFK ഞാൻ കൊടുത്തു, പ്രദർശനത്തിപ്പിക്കാൻ വേണ്ടി അവിടെ ഞാൻ കൊടുത്ത സമയത്ത് ഈ സിനിമ അവർ പൊട്ടിച്ചോലും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെ സിനിമയാണ് അവിടെ വന്നിട്ടുണ്ടെന്ന് നമ്മളെടുത്ത് പരിശോധിക്കണം. അപ്പോൾ എന്തുകൊണ്ട് എൻ്റെ സിനിമ അവർ ഓപ്പൺ ചെയ്ത് നോക്കിയില്ല? അപ്പോൾ ഞാൻ പിന്നെയാണ് അറിയുന്നത് എൻ്റെ സിനിമ വന്നില്ല, ഞാൻ പ്രതീക്ഷയോടെ കൊണ്ടുകൊടുത്ത സിനിമയാണ്. എന്തുകൊണ്ട് എൻ്റെ സിനിമ വന്നില്ല ഞാൻ അന്വേഷിച്ചപ്പോൾ അപ്പം പറഞ്ഞു, അവിടെ നിന്ന് എനിക്ക് എൻ്റെ അകത്തൊരു സുഹൃത്തുണ്ട്, പറഞ്ഞു ചേട്ടാ ഇന്ന സിനിമ അന്ന് DVD കൊടുത്തത് ഞാൻ പൊട്ടിച്ചോട് നോക്കിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ സിനിമ കാണാതെ അവർ വിലയിരുത്തുന്നത്? അത് അവർ സെലക്ട് ചെയ്ത് ഓൾറെഡി സിനിമകൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ IFFK വരെയാണ് ഇല്ലേ. IFFKയിൽ നമ്മൾ ഞാൻ ചെയ്ത സിനിമ കൊടുത്താലും അല്ലെങ്കിൽ പറഞ്ഞ പോലെ രാഷ്ട്രീയ അനുഭവം ഇല്ലാത്തൊരു സിനിമ കൊടുത്താലും അത് പ്രദർശിപ്പിക്കുക അല്ലെങ്കിൽ കാണണമെന്ന് പോലും ഇല്ല. അത് ഓരോ രാഷ്ട്രീയ പാർട്ടി അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നു. ഞാൻ രാഷ്ട്രീയത്തിൽ പറയുന്നില്ല, അത് കൂടുതൽ രാഷ്ട്രീയം കാണിക്കുമ്പോൾ വിഷയമാണ്. ഇപ്പോൾ മറ്റ് രാഷ്ട്രീയം ഇല്ലാത്ത എത്ര സംവിധായകരുണ്ട് ഇല്ലേ? അപ്പോൾ അവർക്ക് സിനിമ വരണ്ടേ, അവർ സിനിമ പ്രദർശിപ്പിക്കണ്ടേ, അവർക്കൊരു പുരസ്കാരം കിട്ടണ്ടേ? ഇത് നയം മാറ്റുക എന്നുള്ളതാണ്. ഒരു കലാകാരനായിട്ട് കാണുക, ഒരു സംവിധായകനായിട്ട് കാണുക. അവിടെ രാഷ്ട്രീയം കൂടിക്കലർത്താതെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. മറ്റൊന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ താങ്കളൊരു മാധ്യമരംഗത്തൊക്കെ വന്നിട്ടുണ്ട്. സ്വാഭാവികമായും ഈ സിനിമയ്ക്കുള്ളിലെ സിനിമയെക്കുറിച്ചാണ് ഈ സിനിമയിൽ പറയുന്നത് പോലും. നമ്മൾ ഉദയനാണ് താരം പോലുള്ള സിനിമകളൊക്കെ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതിനെയൊക്കെ എങ്ങനെ നോക്കിക്കാണും? ഇത്തരത്തിൽ സിനിമകളിൽ ഇത്തരത്തിലുള്ള ഈ പീഡനങ്ങൾ അല്ലെങ്കിൽ ഇതിനുള്ളിൽ നമുക്കിതിനെ ഉള്ളിൽ കാര്യങ്ങൾ അറിയില്ലല്ലോ. അപ്പോൾ അത് പ്രേക്ഷകർക്കായിട്ടൊന്ന് പറയാം. കാരണം സിനിമയ്ക്കുള്ളിലെ സിനിമ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലുള്ള പ്രശ്നങ്ങളൊക്കെ അത് പുറത്ത് കൊണ്ടുവരുന്ന ആളാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഈ സിനിമയ്ക്കകത്ത് ഞാൻ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ ഒരു കഥ പറയുന്നത് എന്താ സ്റ്റോറി പറയുന്നുണ്ട്. ഹേമ കമ്മീഷൻ നമുക്ക് ഞാനത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അതിനെക്കുറിച്ച്. അതിൻ്റെ ഉള്ളിലുള്ള കാര്യം എനിക്ക് അറിയില്ലല്ലോ എന്താണ് സംഭവിച്ചതെന്ന്. എന്നിരുന്നാലും ഇത് ചീറ്റിംഗ് ഒരുപാടുണ്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ. അത് ഒരുപാട് പെൺകുട്ടികളായിരുന്നാലും സിനിമയ്ക്കകത്ത് വരുമ്പോൾ സിനിമയിൽ പ്രവർത്തിക്കാതെ അത് പുറത്ത് നിൽക്കുന്ന ഒരുപാടുണ്ട്. പക്ഷെ അവരായിരിക്കാം ഇതിനെ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യുന്നത്. ഇപ്പം ഹേമ കമ്മീഷൻ വന്നു, ഫിലിം ഇൻഡസ്ട്രി അത് ഒരുപാട് ബാധിച്ചു എന്നുള്ള ഫിലിം ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം. ഇപ്പം ജനങ്ങളുടെ ഇടയിൽ ഈ അനാവശ്യമായ ചിന്തകൾ വന്നു തുടങ്ങി. സിനിമ ഇങ്ങനെയാണെന്നൊരു ചിന്ത ജനങ്ങളുടെ ഇടയിൽ വന്നു തുടങ്ങിയപ്പോൾ സിനിമയെ സ്വാഭാവികമായിട്ടും സിനിമ മാർക്കറ്റിങ്ങിനെ ബാധിക്കുന്നത്. കാലഘട്ടം നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ ഫിലിം ഇൻഡസ്ട്രി മാത്രമല്ല പ്രശ്നം, പല മേഖലയിലും പ്രശ്നമില്ലേ. അപ്പോൾ സിനിമ ഒരു ഗ്ലാമർ ലോകമായതുകൊണ്ടും പിന്നെ ജനങ്ങൾ നോക്കിക്കാണുന്ന ഒരു മേഖലയായതുകൊണ്ടും പെട്ടെന്ന്
ജനങ്ങൾക്ക് സിനിമ നെഗറ്റീവ് അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രി ഇങ്ങനെയാണെന്ന് ചിന്തയല്ല, ക്യൂരിയോസിറ്റി ഉണ്ടാവും. മാഷ് കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ എന്തൊക്കെ വിഷയം ഉണ്ടായത് ഫിലിം ഇൻഡസ്ട്രിക്ക്, അതൊന്നും പറയേണ്ട ആവശ്യമില്ല. ചെയർമാൻ പോലും മാറി നിൽക്കേണ്ട അവസ്ഥ വന്നു. അതിൻ്റെ എത്രത്തോളം സത്യസന്ധമായിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാര്യം അവർ കൊടുത്ത റിപ്പോർട്ട് നമുക്കറിയാം എന്താണെന്നുള്ളത്. അതിതൊരു പുറത്തു വിട്ടിട്ടില്ലല്ലോ. റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നമുക്കറിയാം ഇത് സത്യസന്ധം ഉണ്ടാവാം. ഒരുപക്ഷെ അത് പറയുന്നത് ശരിയല്ല, എന്നിരുന്നാലും ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാവാം, ചിലപ്പോൾ ഇല്ല, ഒരു സമയം സാഹചര്യങ്ങൾ കൊണ്ടാവാം. ചിലപ്പോൾ സിനിമയായിട്ടൊരു ബന്ധമില്ലാത്തവരായിരിക്കാം. പക്ഷേ വരുന്നത് ഫിലിം ഇൻഡസ്ട്രിക്കാണ് വരുന്നത്. ഇല്ല, രാഷ്ട്രീയത്തിലില്ലേ, ഉണ്ട്, IT മേഖലയിലില്ലേ, എല്ലാ മേഖലയിലും ഉണ്ട്. ഇപ്പോൾ മറ്റൊന്ന്, ഇപ്പോൾ നവംബർ വരെ ആയി നിൽക്കുന്നു. ഈ വർഷത്തെ സിനിമകളെടുത്ത് പരിശോധിച്ചാൽ വിരലിലെണ്ണാവുന്ന സിനിമകൾ മാത്രമാണ് സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയിട്ടുള്ളത്. ശരിക്കും ഒരു ലോട്ടറി എടുക്കുന്ന പോലെ പ്രൊഡ്യൂസേഴ്സ് സിനിമ എടുക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരില്ലേ? എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? അത് ലോട്ടറിക്ക് ഒരു സാധ്യത നിങ്ങളുണ്ടെന്നുള്ളത്. ഒരു 0.5% സാധ്യത ലോട്ടറിക്കുണ്ട്. സിനിമയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഈ വർഷം ചേംബറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു 100-200 പടത്തിനകത്തേ ഉള്ളൂ. 150 പടങ്ങൾ കഴിഞ്ഞുള്ളൂ തോന്നുന്നു. ഈ വർഷം പൊതുവെ എണ്ണം കുറവാണ്. എല്ലാ വർഷം 250-260 പടങ്ങൾ രജിസ്റ്റർ ചെയ്യാറുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു പ്രൊഡ്യൂസേഴ്സും കുറഞ്ഞു ഇപ്പോൾ ഒരുപാട്. മുമ്പൊക്കെ ഇഷ്ടംപോലെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. ഇപ്പം പ്രൊഡ്യൂസേഴ്സ് മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. പക്ഷെ നിലവിൽ നിൽക്കുന്ന പ്രൊഡ്യൂസേഴ്സ് അത് ചെയ്യുന്നുണ്ട് സിനിമ. എനിക്ക് തോന്നുന്നു അല്ലാതെ വരുന്ന ഈ പ്രൊഡ്യൂസേഴ്സാണ്, അവർക്ക് സിനിമയെക്കുറിച്ച് അറിയില്ല എന്താണെന്നുള്ളത്. ഇപ്പോൾ ഒരു 1 കോടിയുള്ള സിനിമ അല്ലെങ്കിൽ 2 കോടി ബഡ്ജറ്റ്, ഞാൻ വലിയ ബഡ്ജറ്റ് പടങ്ങളല്ല ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ഈ 2 കോടി ബഡ്ജറ്റ് ഒരു പ്രൊഡ്യൂസർ വരുമ്പോൾ ചിലപ്പോൾ 4 കോടി ചിലവായിപ്പിക്കും. അവർക്കറിയില്ല 2 കോടി എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്, പിന്നെ 4 കോടിയാവും. പിന്നെ എങ്ങനെയെങ്കിലും ഇറക്കി വിട്ടാൽ മതി എന്നുള്ള അവസ്ഥയാവും. ഇപ്പോൾ എനിക്കറിയാവുന്ന ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, 2-3 പേരുണ്ട്. സിനിമ ചെയ്തിട്ട് വളരെ സാമ്പത്തികമായിട്ട് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അവർ വീട് വരെ പോയാൽ എനിക്കറിയാവുന്നതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വരെ ഞാൻ പറയും, ആദ്യം ഞാൻ പറയും, ഉള്ള സത്യാവസ്ഥ ഞാൻ പറയും. ചിലപ്പം കിട്ടാം, പൈസ തിരിച്ച് റിട്ടേൺ ഉണ്ടാവാം, ചിലപ്പോൾ സക്സസ് ആവാം, ചിലപ്പം ഫെയിൽ ആവാം. സഹിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? എന്നാലേ പറ്റത്തുള്ളൂ. കാര്യം വെറുതെ എന്താ നമ്മൾ ഒരാളുടെ ശവമാനിച്ച് പിടിക്കുന്നതിനാണ് വെറുതെ. അത് ഒരുപാട് പേര് ഇതേപോലെ ആഗ്രഹം കൊണ്ട് വരുന്നവരുണ്ട് സിനിമ ഇൻഡസ്ട്രിയിൽ, മനസ്സിലായില്ല. അവർ നഷ്ടത്തിലേക്ക് പോവാം. പക്ഷേ സിനിമ എനിക്ക് തോന്നുന്നു ലാഭം കിട്ടണമെങ്കിൽ ആർട്ടിസ്റ്റുകളുടെ പേയ്മെൻറ്റ് കുറയ്ക്കുക ഒന്ന്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 500-600 തിയേറ്ററിനകത്ത് മാത്രമേ നമുക്കുള്ളൂ. തമിഴ്നാട്ടിലെ സംബന്ധിച്ച് 2500 അല്ലെങ്കിൽ ഒരുപാട് തിയേറ്റർ ഉണ്ടാവും. അപ്പോൾ ഈ 500 തിയേറ്ററിൽ നമുക്ക് മാക്സിമം എത്ര തിയേറ്ററിൽ സിനിമ റിലീസ് ചെയ്യാൻ പറ്റും? അത്ര മാക്സിമം ചെയ്യുന്ന 100 തിയേറ്റർ. ചെറിയ പടങ്ങളെ സംബന്ധിച്ചിടത്തോളം 30-40 അല്ലെങ്കിൽ 20 തിയേറ്ററാണ് റിലീസ് ചെയ്യുന്നത്. ഇത് ഒരിക്കലും തിരിച്ച് റിട്ടേൺ കിട്ടത്തില്ല. ഇപ്പം തന്നെ ഫസ്റ്റ് ആഴ്ചയിൽ തന്നെ നോക്കുമ്പോൾ ഒരു 60% നമുക്ക് തിയേറ്ററും സർക്കാരായിട്ട് കൊണ്ടുപോവുകയാണ്. അത് 40% പ്രൊഡ്യൂസറെ കിട്ടുന്നത്. ഈ 40% കിട്ടുമ്പോൾ അതിൽ നിന്നാണ് നമുക്ക് ഇതെല്ലാം കൂടെ പോകുമ്പോൾ മറ്റു ചിലവുകൾ അതിൻ്റെ അത് പോകുന്നത്. ആർട്ടിസ്റ്റിൻ്റെ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ടെക്നീഷ്യന്മാരുടെ പേയ്മെൻറ്റ്, ഇതെല്ലാം ഈ 40% തിരിച്ചു കിട്ടുമ്പോൾ അതിൻ്റെ മുകളിൽ GST കൊടുക്കണം. മനസ്സിലായില്ലേ? ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം സിനിമ ചെയ്യുന്നത് ഇപ്പോൾ നഷ്ടമാണെന്ന് എൻ്റെ ഒരു അഭിപ്രായം വ്യക്തമാണ്. അത് മാത്രമല്ല, ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം, ഇപ്പം മോഹൻലാൽ എന്ന് പറയുമ്പോൾ അദ്ദേഹം ആശീർവാദ് സിനിമകൾ മാത്രമേ ചെയ്യൂ. വളരെ അപൂർവമായിട്ട് മറ്റ് സിനിമകൾ ചെയ്യാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ എല്ലാ നടന്മാരും, ഇപ്പോൾ ഉണ്ണി മുകുന്ദനാണെങ്കിലും ദുൽഖറാണെങ്കിലും ഭഗതാണെങ്കിലും എല്ലാവരും, അവർക്ക് പൃഥ്വിരാജ് ആണെങ്കിലും അവരെല്ലാം അവരുടേതായ കമ്പനി ഓൺ പ്രൊഡക്ഷൻസ് ആണ്. അപ്പോൾ അവർക്കത് കൃത്യമായി അറിയാം. അവർക്ക് ബന്ധങ്ങളുണ്ട്, വിതരണത്തിന് ബുദ്ധിമുട്ടില്ല, തിയേറ്ററുകൾ കിട്ടാൻ ബുദ്ധിമുട്ടില്ല. അവർ ഇപ്പോൾ ഒരു സിനിമ എടുത്ത് കണ്ടൻറ്റ് മോശമാണെങ്കിൽ പോലും അത് അവർക്കറിയാം, അവർ ചിലവാക്കിയതിൻ്റെ കൂടുതൽ ലാഭം വാങ്ങാൻ. അപ്പോൾ ഈ പുതുതായിട്ട് വരുന്നവർക്കാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്, ആർട്ടിസ്റ്റുകളെ കിട്ടാനില്ല. അപ്പോൾ ആ ഒരു പ്രവണത എങ്ങനെ നോക്കി കാണുന്നു? ഇതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം പേടിയാണ്, ഭയമുണ്ട്. കാരണം വെച്ചാൽ ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ സ്റ്റാറെ വിടാം. ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ കൊടുക്കുന്ന പേയ്മെൻറ്റ്, എന്നിട്ട് അവർക്ക് കൊടുക്കുന്ന അക്കോമഡേഷൻ, ഒരു എമൗണ്ട് വരും എന്തായിരുന്നാലും. ഈ എമൗണ്ട് തിയേറ്ററിൽ സിനിമ റിലീസ് ചെയ്ത് കളിച്ച് കിട്ടുന്ന ഒരു പ്രതീക്ഷയുമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ തിയേറ്ററിൽ നമുക്ക് ലോസ് ആവും എന്ന പ്രതീക്ഷ തന്നെ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ കിട്ടാം. പിന്നെ ഒരു പാഷനാണ് സിനിമ എന്നുള്ളത്. നേരത്തെ പറഞ്ഞാൽ ഒരുപാട് പേർക്ക് അവസരം കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ലോസായി ഞാൻ മാത്രം സഹിച്ചാൽ പോരെ എൻ്റെ പ്രൊഡക്ഷനാകുമ്പോൾ? പിന്നെ മറ്റുള്ളവർ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഓൺ പ്രൊഡക്ഷൻ ചെയ്യുന്ന സൂപ്പർ സ്റ്റാർക്ക് അവർക്ക് നഷ്ടം വരില്ല. അവർ ഓൺ പ്രൊഡക്ഷനാണ്, പിന്നെ അവരെ പേയ്മെൻ്റ് ആയി തന്നെയാണ് അവർ കൂട്ടുന്നത്. എല്ലാം വരുമ്പോൾ അവരെ സംബന്ധിച്ചൊരു വിഷയം ഉണ്ടാവില്ല. പിന്നെ തിയേറ്റർ, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചേംബർ പറയും, അടുത്താളത്ത് പറയുകയുണ്ടായി, പുതിയ സംവിധായകർക്ക് മീൻസ് അല്ലെങ്കിൽ ചെറിയ ബഡ്ജറ്റ് പടങ്ങൾക്ക് അവർ പ്രൈം ഷോ തിയേറ്ററിൽ മാക്സിമം കൊടുക്കുമെന്നുള്ള. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോൾ തിയേറ്റർ കിട്ടാൻ പറ്റ പാട് എനിക്കറിയാം. തിയേറ്റർ കിട്ടില്ല. തിയേറ്റർ അസോസിയേഷൻ ആയിരുന്നാലും അവർ തിയേറ്റർ തരുന്നില്ല. അവർ പറഞ്ഞാൽ വെച്ചാൽ ആർട്ടിസ്റ്റ് വരില്ല, വലിയ ആർട്ടിസ്റ്റുകളില്ല. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിനിമം ടിക്കറ്റ് എടുക്കണം.
30-40 ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ അഡ്വാൻസ് ആയിട്ട് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ തിയേറ്ററിൽ അവർ സ്ക്രീൻ ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് സിനിമ ഇൻഡസ്ട്രിക്കകത്തുണ്ട്. ഇതാണ് ഏറ്റവും വലിയൊരു അതെ, നമ്മൾ സിനിമ ചെയ്യുന്നതല്ല, ശരി തിയേറ്ററിൽ കൊണ്ടുവരുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അപ്പോൾ കിടന്ന് ഓടുന്നൊരു ഓട്ടമുണ്ട്. അതുകൊണ്ടായിരിക്കും എനിക്ക് പല സിനിമകളും പെട്ടിലിരിക്കുന്ന കാര്യം അതുകൊണ്ടായിരിക്കാം. ഭാഗ്യവശാലും എൻ്റെ 4 സിനിമ ഞാൻ ചെയ്തു, 4 ഭാഗ്യം കൊണ്ട് റിലീസ് ചെയ്യാൻ പറ്റി. അതിൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കൂട്ടുന്നു. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു സിനിമ കാണണമെങ്കിൽ ഒരു കുടുംബത്തിന് ഒരു സിനിമയ്ക്കായിട്ട് ഇറങ്ങണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു 2000 രൂപയെങ്കിലും വേണ്ടി വരും. 4 പേരടങ്ങുന്ന കുടുംബമാണെങ്കിൽ കാറിൽ വന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് പോകണമെങ്കിൽ 2000 രൂപ വേണ്ടി വരും. ഇപ്പം എല്ലാ ഹോം തിയേറ്ററുകളടക്കം വീടുകളിൽ സജ്ജമാണ്. അതോടൊപ്പം തന്നെ മൊബൈലിൽ സിനിമകൾ ലഭ്യമാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ വലിയൊരു പേരെടുത്താൽ അല്ലെങ്കിൽ ആ സിനിമ കൊള്ളാം. പഴയ പോലെ അല്ല പ്രേക്ഷകർ. പണ്ട് നമ്മുടെയൊക്കെ കോളേജ് കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഏത് സിനിമയും നോക്കാതെ കയറി കാണും. ഇപ്പോൾ അങ്ങനെയല്ല, ന്യൂജൻ മാറിയിട്ടുണ്ട്. അവർ ഈ റിവ്യൂ ഒക്കെ വളരെ പ്രാധാന്യത്തോടെ നോക്കും. നമ്മളിപ്പം വീട്ടിലാണെങ്കിലും നമ്മുടെ കുട്ടികളോട് സിനിമയ്ക്ക് പോകാമെന്ന് പറയുമ്പോൾ അവർ റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണ് അവർ വരാൻ തയ്യാറാവുന്നത്. അപ്പോൾ അതിനെ ആ ഒരു രീതിയെ എങ്ങനെ കാണുന്നു? അല്ല, റിവ്യൂ ഒക്കെ മാറ്റി പിടിക്കാം. റിവ്യൂ കാശുണ്ടെങ്കിൽ റിവ്യൂ കൂട്ടാം. ഇതിലല്ലേ ബന്ധമൊന്നുമില്ല. പിന്നെ അതുപോലെ വേറെ സാധിച്ചാൽ ഇപ്പം തിയേറ്റർ നവീകരിച്ചപ്പോൾ ടിക്കറ്റ് റേറ്റ് മാറി. മുമ്പ് 50 രൂപ ആയിരുന്നു, 100 150 200 ഇപ്പോൾ 250, മാളിൽ പോയി 250 300 ടിക്കറ്റ് വേണം. അപ്പോൾ 4 രൂപ 1000 രൂപയായി. പിന്നെ അവിടുന്ന് ഫുഡ് കഴിക്കുമ്പോഴോ പലയിടത്തും ഫുഡ് പോലും അകത്ത് കൊണ്ട് കയറാൻ പറ്റില്ല ഇല്ലേ. അപ്പോൾ മിനിമം പറഞ്ഞാൽ 2000 രൂപ വേണം. ഇപ്പം ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ടിക്കറ്റ് റേറ്റ് കുറയ്ക്കുക. ഈ നവീകരണത്തിൻ്റെ പേരിൽ ടിക്കറ്റിൻ്റെ റേറ്റ് കൂടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ടിക്കറ്റ് റേറ്റ് കുറച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഓഡിയൻസ് ഫുള്ള് വന്നേ തിയേറ്ററിലോട്ട്. തിയേറ്ററിൻ്റെ ആംബിയൻസ് ഒരിക്കലും വീട്ടിൽ കിട്ടില്ല. സിനിമ ഞാൻ പോലും സിനിമ ഒരിക്കലും മൊബൈലിൽ കാണാറില്ല, എനിക്ക് കിട്ടില്ല. എന്തൊരു സുഖം തോന്നില്ല. തിയേറ്റർ വന്ന് ശീലിച്ചുകൊണ്ടായിരിക്കും ഒരു പക്ഷേ. അത് സിനിമ എന്നുള്ള തിയേറ്ററിൽ തന്നെ കാണണം. പിന്നെ അവിടെ ആധുനികവൽക്കരിക്കുമ്പോൾ നമ്മൾ കാര്യം മനസ്സിലാക്കണം, മറ്റ് കേരളം വിട്ടിട്ട് മറ്റ് രാജ്യങ്ങളിലൊക്കെ സിംഗപ്പൂരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തിയേറ്റർ തന്നെ മാറ്റമുണ്ട് ഇല്ലേ. തിയേറ്ററിൽ കാറ്റ് വരുന്നു, അല്ലെങ്കിൽ തന്നെ തിയേറ്റർ ചെയർ വരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലേക്കൊക്കെ ഇനി കൂടുതൽ വന്ന ഒരുപക്ഷെ ഓഡിയൻസ് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഓഡിയൻസ് തിയേറ്ററിലേക്ക് വരാം എനിക്ക് തോന്നുന്നു. കൊറോണ സമയത്ത് തിയേറ്ററിൽ ഓഡിയൻസ് ഇല്ലായിരുന്നല്ലോ. ചില പടങ്ങളിലൂടെ തിരിച്ച് ഓഡിയൻസ് വന്നു ഇങ്ങോട്ട്. അപ്പോൾ ഓഡിയൻസ് വരണമെങ്കിൽ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം ഉണ്ടാവണം. പക്ഷേ പറഞ്ഞാൽ ടിക്കറ്റ് ആ പേര് പറഞ്ഞാൽ 250 500 1000 2000 ആയി കഴിഞ്ഞാൽ ഓഡിയൻസ് വരില്ല. കാര്യം നമ്മുടെ മിഡിൽ ക്ലാസ്സാണ് ഏറ്റവും കൂടുതൽ സിനിമ കാണുന്ന മിഡിൽ ക്ലാസ്സാണ്. മിഡിൽ ക്ലാസ്സിന് ഒരു മാസം കൊണ്ടുപോകേണ്ട ബുദ്ധിമുട്ട് അവർക്കറിയാം. ഒരു 20,000 30,000 ശമ്പളം കിട്ടിയാലും 10,000 ശമ്പളം കിട്ടുന്നവരുണ്ട് ഇല്ലേ. 1,00,000 രൂപ ശമ്പളം കിട്ടുന്നവരുണ്ട് ഇവിടെ ജീവിക്കുന്നത്. അപ്പോൾ ഈ 10,000 രൂപ ശമ്പളം കിട്ടുന്നവൻ അവരെങ്ങനെ അത് മാനേജ് ചെയ്യുന്നു? അപ്പം എത്ര രൂപ മിച്ചം പിടിക്കാൻ പറ്റുന്നു? അപ്പോൾ അതിൽ നിന്ന് സിനിമയ്ക്ക് വരണമെങ്കിൽ അവന് സാധ്യം പറ്റില്ല. ഒരു പക്ഷേ പറഞ്ഞാൽ മൊബൈലിൽ കാണേണ്ടി വരും, വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ടിക്കറ്റ് റേറ്റ് കുറയ്ക്കുമ്പോൾ അവൻ സന്തോഷമായിട്ട് വരും. തിരിച്ച് ഓഡിയൻസിനെ തിയേറ്ററിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ കണ്ടിന്യൂസ് സിനിമ കണ്ടുകൊണ്ടിരിക്കും. അപ്പം പറഞ്ഞ പോലെ റേറ്റ് കുറയ്ക്കും. അപ്പോൾ ടിക്കറ്റ് റേറ്റ് കുറയ്ക്കുമ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിൽ ഇത്ര എക്സ്പെൻസ് വരുന്നുണ്ട്, AC മറ്റ് ചിലവുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റാണ്. കാരണം ഒരു 50 രൂപ വരുന്നതും ഒരു 250 വരുന്നത് 100 കൊടുത്ത് 100 വരുന്നതും സെയിം അല്ലേ. ഓഡിയൻസ് കൂടും. ഓഡിയൻസ് കൂടിയാൽ സിനിമ ഇൻഡസ്ട്രി പോകും, ഇല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രി മാറി. ഇപ്പോൾ AI ടെക്നോളജി അല്ലേ AI. ഇനി കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു പക്ഷേ ഈ ആർട്ടിസ്റ്റ് തന്നെ വേണമെന്നില്ല. നമ്മൾ മിക്കി മൗസ് കണ്ടിട്ടുണ്ടല്ലേ, മിക്കി മൗസ്, കുറേ മായാവി, ഇതൊക്കെ നമ്മൾ ഓരോ കഥാപാത്രങ്ങളല്ലേ. ഈ കഥാപാത്രങ്ങൾ ഇനി ഒരിക്കൽ നമ്മൾ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റ് എന്ന രീതി മാറിയിട്ട് സൂപ്പർ സ്റ്റാർ മാറിയിട്ട് ഈ കഥാപാത്രങ്ങൾ ഇനി വാല്യൂ ഉള്ളതായിട്ട് മാറും ഒരു പക്ഷേ. അപ്പോൾ എന്തും ചെയ്യാൻ സാധിക്കും. അതിന് കുറച്ചുകൂടെ അപ്ഡേറ്റ് ആയി വരുമ്പോൾ നമ്മൾ ഇതിനേക്കാളും മുകളിലെത്തും. ഇപ്പം തന്നെ ചെറിയ കാര്യങ്ങൾ എൻ്റെ ഈ പടത്തിൽ ഞാൻ ഒരു സോങ് ചെയ്തിട്ടുണ്ട് AI, ഒരു പരീക്ഷണാർത്ഥത്തിൽ ഒരു സോങ്. അപ്പോൾ കാലത്ത് അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞ് AI വരാം. അവന് ആർട്ടിസ്റ്റ് തന്നെ വേണമെന്നില്ല. കമ്പനികളായിരിക്കും കമ്പനികളായിരിക്കും ചെയ്യുന്നത്. ഓരോ കമ്പനികൾ എടുത്തു വെച്ച് സിനിമയായിരിക്കും ചെയ്യുന്നത് അങ്ങോട്ട്. ഇപ്പോൾ സിനിമാ മോഹമായിട്ടാണ് വന്നത്. സ്വാഭാവികമായിട്ടും ഈ ഒരു ബിഗ് ബഡ്ജറ്റ് മൂവി ഇപ്പം സൂപ്പർ സ്റ്റാറുകളൊക്കെ വെച്ചുകൊണ്ട് ആ ഒരു പ്ലാൻ എങ്ങനെയാണ്, അത് മനസ്സിലുണ്ടോ അത്തരത്തിൽ? ഇല്ല, ഞാൻ അതിലോട്ട് ചിന്തിച്ചിട്ടില്ല. സൂപ്പർ സ്റ്റാർ എൻ്റെ മനസ്സിൽ സത്യം പറഞ്ഞാൽ ഇതുവരെ വന്നിട്ട് ഞാൻ ഇതുവരെ ഒരു ആർട്ടിസ്റ്റിൻ്റെ പറയുക ഡാറ്റ് വയ്ക്കാൻ പോയിട്ടില്ല. പിന്നെ എൻ്റെ സുഹൃത്ത് ബലങ്ങൾ കഴിഞ്ഞ മുമ്പത്തെ പടത്തിൽ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അതും സുഹൃത്ത് ഒരു ബന്ധത്തിൻ്റെ പുറത്ത് വന്ന ആർട്ടിസ്റ്റാണ്. ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അത്യാവശ്യം നല്ല ആർട്ടിസ്റ്റിനെ കൂടെയൊക്കെ ഞാൻ ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്ത അസിസ്റ്റൻ്റ് വന്നത്. പക്ഷേ ഞാനിപ്പോൾ എൻ്റെ പ്രൊഡക്ഷനാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. എൻ്റെ പ്രൊഡക്ഷനിൽ ആർട്ടിസ്റ്റിനെ ഏത് ആർട്ടിസ്റ്റിനെ വിളിക്കാൻ പറ്റുമോ അതപ്പുറേക്ക് വിളിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പുറത്തുനിന്ന് വേറെ പ്രൊഡക്ഷനിൽ ഞാൻ വർക്ക് ചെയ്യണം. വേറെ പ്രൊഡ്യൂസറിലാണെങ്കിൽ ഒരു പക്ഷേ ബിസിനസ്സിൻ്റെ ആവശ്യമാണ്. ശരി, പ്രൊഡ്യൂസറാണ്, എനിക്ക് ബിസിനസ്സായിട്ട് അവർക്ക് ഒരു ബിസിനസ്സാണല്ലോ ആവശ്യം, എന്നെ നന്നാക്കേണ്ട ആവശ്യം അവർക്കില്ലല്ലോ. ആ സമയത്ത് തീർച്ചയായിട്ടും ഞാൻ ആർട്ടിസ്റ്റിനെ സമീപിക്കും.
അതുപോലെ പ്രേംനസീറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള അദ്ദേഹം ഒരിക്കൽ ഒരു ദൂര സ്ഥലത്തായിരുന്നു ഷൂട്ട്. അപ്പം താമസ സ്ഥലം ഒരുപാട് ദൂരത്താണ്, ഒരു വലിയ മല കയറി പോകുന്നൊരു സ്ഥലമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ടാക്സി കേടായി ഇവർ കിടന്ന് ഓടുവാണ്, കാരണം അന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ, ആ സ്ഥലത്തൊന്നും വേറെ ടാക്സി ഇല്ല. അപ്പോൾ ഇതിലേക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങൾ കൊണ്ടൊരു ലോറി ഇതിന് പുറകിൽ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഈ പ്രേംനസീറിന് ഒരു കാര്യം മനസ്സിലായി, അദ്ദേഹം ആ ലോറിക്കകത്ത് കയറി ഷൂട്ടിംഗ് സ്ഥലത്ത്. ഇപ്പോഴത്തെ ആർട്ടിസ്റ്റിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അത്തരത്തിലുള്ള അനുഭവങ്ങൾ. കാരണം ഒന്ന് പാഷൻ, ഈ പാഷൻ, പിന്നെ പറഞ്ഞത് ഒരു ഗ്ലാമർ ലോകം. ഈ ഗ്ലാമർ ലോകം എന്ന് പറഞ്ഞാൽ ഗ്ലാമറിൻ്റെ പുറകെ പോവുകയാണ് ഇല്ലേ. പറഞ്ഞ 2 സിനിമ കഴിയുമ്പോൾ ഒന്ന് അറിയപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ഇനോഗ്രേഷൻ വാങ്ങിക്കുന്ന എത്ര രൂപയാണ് ഓരോരുത്തരും. പിന്നെ കാറുകൾ, ആ ലോകത്തിൽ മാറി. ശരിക്കും സിനിമയോടുള്ള ഇഷ്ടമില്ല അവർക്ക്. ഒന്നി പണം വേണം, അല്ലെങ്കിൽ ഗ്ലാമർ വേണം. ഈ ഗ്ലാമറിലാണ് പുറത്താൻ പിടിച്ചുകൊണ്ടത്. ഇപ്പോൾ ഞാൻ നമ്മൾ മമ്മൂട്ടി സാറിനെ മോഹൻലാൽ സാറിനെ എടുത്ത് പരിശോധിച്ചാൽ എന്തുകൊണ്ട് ഇത്രയും വർഷം ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നതെന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. കാര്യം അവർ അതിനുള്ള പാഷൻ കൊണ്ടാണ് നിൽക്കുന്നത്. ഈ പാഷൻ ഇല്ലെങ്കിൽ നിൽക്കില്ല. ഒരു ആർട്ടിസ്റ്റും പാഷൻ ഇല്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല. ഒരു മേഖല നിൽക്കാൻ പറ്റില്ല. കാര്യം അവർ അതിനുള്ള ആത്മാർത്ഥത. കാര്യം അവിടെ വേറൊന്നും ചിന്തിക്കില്ല. അത് മാക്സിമം അവർ മെച്ചപ്പെടാനാണ് ശ്രമിക്കുന്നത് ഇല്ലേ. അവർ മാക്സിമം ഇൻഡസ്ട്രി നിൽക്കണം. അത് അല്ലെങ്കിൽ ആ ഒരു പാഷൻ്റെ പുറത്തേക്ക്. മറ്റേ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വന്ന ഒരു നായിക വന്നു കഴിഞ്ഞാൽ മാക്സിമം ഒരു 1-2 സിനിമ അല്ലെങ്കിൽ 5 സിനിമ, പിന്നെ അവർ വാനിഷായി പോയാണ് ഇവിടെ നിന്ന്. അവർക്ക് പാഷനില്ല. അവർ പെട്ടെന്ന് വരുന്നു, ഒരു നക്ഷത്രം ഉദിച്ചെന്നൊക്കെ പറയും. പെട്ടെന്ന് വന്നിട്ട് എന്താ പറയുക, മിന്നാമിന്നും കൊണ്ട് വന്നിട്ടങ്ങ് പോവുകയാണ്. പക്ഷേ അതിൽ നിൽക്കുന്ന ഉർവശി ചേച്ചിക്ക് എത്ര വർഷം കൊണ്ട് നിൽക്കുന്നുണ്ട്, എത്ര ആർട്ടിസ്റ്റുകൾ നിൽക്കുന്നുണ്ട്. അവർക്ക് അതിനോടുള്ള പാഷനാണ്. ഇപ്പം ഞാൻ വർക്ക് ചെയ്ത സമയത്ത് ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് സമീപിച്ചായിരുന്നു. ഞാൻ അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്ത സമയത്ത് ഞാനിവിടെ പോയായിരുന്നു. അപ്പോൾ അവർ പേയ്മെൻറ്റ് പറഞ്ഞു ഇത്ര രൂപ എന്നുള്ളത്. പക്ഷേ അത് പ്രൊഡ്യൂസർക്ക് കൊടുക്കാണ്ടൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവർ സബ്ജക്റ്റ് കേട്ടപ്പോൾ അദ്ദേഹം പേയ്മെൻ്റ് അല്ല വിഷയം, ഞാൻ ഒന്ന് അഭിനയിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ആർട്ടിസ്റ്റിൻ്റെ പേര് പറയുന്നില്ല. പക്ഷേ അത് ആ സിനിമയോടുള്ള പാഷനാണ്, അല്ലെങ്കിൽ സിനിമയോടുള്ള. ഇതേ സ്ഥാനത്ത് ചില ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, നമ്മൾ പേയ്മെൻറ്റ് സബ്ജക്റ്റ് കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഇത്ര രൂപ ദിവസത്തെ ഇത്ര രൂപ സബ്ജക്റ്റും കേൾക്കണ്ട. അപ്പോൾ നിൽക്കത്തില്ല, അവർ ഫീൽഡിൽ നിൽക്കത്തില്ല, അവർക്ക് അതിനോട് ഇഷ്ടം ഉണ്ടാവില്ല. അതാണ് ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത്. മറ്റൊന്ന് ഈ പ്രധാനപ്പെട്ട ഇപ്പോൾ കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ, ഇപ്പോൾ ഈ പറഞ്ഞത് രജനീകാന്ത് പോലും ഇപ്പോൾ രാവിലെ 5 മണിക്ക് പറഞ്ഞാൽ അദ്ദേഹം 4:45 എത്താറുണ്ട്. അപ്പോൾ അങ്ങനെ. പക്ഷേ ഇപ്പോഴത്തെ പുതിയ തലമുറ 11 മണിക്ക് 12 മണിക്കൊക്കെ ഉറക്കം എഴുന്നേൽക്കുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള. ഈ പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും എന്നുള്ളതാണ്. കാര്യം അവരല്ലേ തീരുമാനിക്കുന്നത്. അവർ വേണ്ടെന്ന് വെച്ചാൽ പോരെ. എന്തിനാണ് ഇത്രയുള്ള ബാധ്യതകൾ ചുമക്കേണ്ട ആവശ്യം? അവർ വേണ്ട. അവർ മാർക്കറ്റിങ്ങിൻ്റെ പുറകെ പോകും. ഒരു ബിസിനസ് അടക്കം ബിസിനസ് ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇവിടെ ഒരു വർഷം എടുത്തു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ നേരത്തെ എത്ര സിനിമ ഹിറ്റുണ്ട്, ഈ സ്റ്റാറിൽ എത്ര സിനിമകൾ അഭിനയിക്കുന്നുണ്ട് ഇല്ലേ. പുതുമുഖങ്ങളിൽ നിന്ന് എത്ര സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, സ്റ്റാറിൽ എത്ര സിനിമ അഭിനയിക്കുന്നുണ്ട്, എത്ര വലിയ സിനിമ ലാഭമുണ്ട്. അപ്പം അതൊന്നുമല്ല. അപ്പം ഒരു പ്രൊഡ്യൂസർ പറയുമ്പോൾ ഇന്ന ആർട്ടിസ്റ്റ് അപ്പോൾ അവർക്കൊരു എന്താ പറയുക, ഒരു ക്രെഡിറ്റിന് വേണ്ടിയായിരിക്കാം സിനിമ ചെയ്യുന്നത്. അല്ലെങ്കിൽ പുറത്ത് പറഞ്ഞ പോലെ ഈ പുറത്ത് വർക്ക് ചെയ്യുന്നവർ, വിദേശത്ത് അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്നവർ, ബിസിനസ് ചെയ്യുന്നവരുണ്ട്. ഒരു സിനിമ ചെയ്യുന്നു, അതുപോലെ പൈസ കളയുന്നു, അങ്ങ് പോകുന്നു. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പഴയ കാലഘട്ടത്തിൽ ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടർ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ കൃത്യനിഷ്ഠയോടെ ചെയ്യുന്നത്. കൃത്യം 7 മണിക്ക് തന്നെ ആർട്ടിസ്റ്റ് ലൊക്കേഷനിൽ വരും. ആർട്ടിസ്റ്റ് വരും, ഞാൻ കൃത്യമായിട്ട് 7 മണിക്ക് വർക്ക് തുടങ്ങും. പിന്നെ പറഞ്ഞ പോലെ ഇതൊക്കെ എനിക്ക് തലയെടുത്ത് വെക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ കൂടുതലും ഞാൻ സ്റ്റാറുകളെ പറയാം, അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളെ പറയാൻ ഞാൻ പോകാത്തത്. അതുപോലെ തന്നെ ഈ ബഡ്ജറ്റ് വളരെ ചുരുക്കിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ കാര്യങ്ങളിലും അതിൻ്റെ കൃത്യമായ രീതിയിലുള്ള ലാഭം നോക്കി, ഇപ്പോൾ പറഞ്ഞ പോലെ 7 മണിക്ക് തുടങ്ങി ആ ഇന്ന ദിവസം തന്നെ ഇത്രയും ഷോട്ട്സ് തീർക്കാം എന്നുള്ള ആ ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് പോകുന്നത് അല്ലേ. അതെ. എൻ്റെ ഫസ്റ്റ് സിനിമ ഞാൻ 12 ദിവസം കൊണ്ടാണ് ഷൂട്ട് തീർത്തത്. ഈ സിനിമ 21 ദിവസമാണ്. ഇത് വേണമെങ്കിൽ കുറച്ചുകൂടി വലുതാക്കി നമുക്ക് 40, 50, 60 ദിവസമൊക്കെ ആക്കാം. ഒരു ദിവസമുള്ള ബഡ്ജറ്റ് കണക്ക് കൂട്ടുമ്പോൾ എത്രത്തോളം വരുന്നുണ്ടല്ലോ. ഒരു ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയെ സംബന്ധിച്ചിടത്തോളം ക്യാരവൻ, അതിൻ്റെ മറ്റ് ചിലവുകൾ, അക്കോമഡേഷൻ, 5 സ്റ്റാർ ഹോട്ടൽ, 3 സ്റ്റാർ ഹോട്ടലൊക്കെ വരുമ്പോൾ എന്തുമാത്രം എക്സ്പെൻസ് വരുന്നുണ്ട്. ഒരു ഇത്രയും ക്രൂ മെമ്പേഴ്സ് വർക്ക് ചെയ്യില്ലേ, അത് വലിയൊരു ബഡ്ജറ്റായിട്ട് മാറും. പിന്നെ പബ്ലിസിറ്റി എന്തായാലും സിനിമയെ സംബന്ധിച്ചും വേണം. അപ്പോൾ അത് നമുക്ക് പരമാവധി പറഞ്ഞ ഡേറ്റും കുറച്ച് ആഡംബരവും കുറച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയെ പിടിച്ച് നിർത്താൻ സാധിക്കും. പിന്നെ പറഞ്ഞ പോലെ തിയേറ്റർ കിട്ടണം. സർക്കാർ തിയേറ്ററുകൾ ഇപ്പം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതല്ല, സർക്കാർ തിയേറ്ററാണ് അവരും എന്താണ് സ്റ്റാറിൽ പറ്റും, അല്ലെങ്കിൽ നല്ല സ്റ്റാറിൽ വന്നു കഴിഞ്ഞാൽ തിയേറ്റർ തരാമെന്നുള്ള സർക്കാരിലെ സപ്പോർട്ട് ചെയ്യേണ്ടത്. അവർ ചിന്താഗതി അങ്ങനെയാണ്. നല്ല ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ നല്ല സ്റ്റാറിൽ വന്നാൽ തിയേറ്റർ തരാം, അല്ലെങ്കിൽ അവർ വേണ്ടപ്പെട്ടവർ വന്നാൽ തിയേറ്റർ തരാം. ഇതാണ് സർക്കാർ സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ ചിത്രാഞ്ജലി പാക്കേജ് ഉണ്ട്. ഇപ്പോൾ 7 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ സബ്സിഡി ഉണ്ട്. സബ്സിഡി ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കിട്ടുമെന്ന് നോക്കണം. മനസ്സിലായില്ലേ. പക്ഷേ അവർ യൂണിറ്റ് ഉപയോഗിക്കാൻ പറഞ്ഞു. അതൊക്കെ അതിൻ്റെ അകത്ത് എനിക്കറിയില്ല, അതിനെക്കുറിച്ചറിയില്ല. പക്ഷേ എനിക്ക് ഏറ്റവും വിഷമിപ്പിച്ചൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അവിടെ ചിത്രാഞ്ജലി കാട് വനം അറിയാമല്ലോ, എത്ര ടൺ മരമാണ് ഇപ്പോൾ മറിച്ച് വിട്ടത് അവിടെ. നിസ്സാര വിലയ്ക്കാണ് കൊടുത്തത്. എനിക്കൊന്ന് എയർപോർട്ട് എന്താ വിഷയമെന്ന് പറയുന്നു, ചെറിയ എന്താ വിഷയം. അത്രയും മരങ്ങൾ അവർ മുറിച്ച് കളഞ്ഞു, നിസ്സാര വിലയ്ക്ക് കൊടുത്ത്. വലിയ അഴിമതി അവിടെ നടക്കുന്നത് ഇപ്പോൾ.
അതെ. ഇത് ഇപ്പോൾ 88 ഏക്കറുണ്ട് ചിത്രാഞ്ജലി സ്റ്റുഡിയോ. അത് നല്ലപോലെ നവീകരിച്ചെടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും നല്ല സ്റ്റുഡിയോകളിൽ ഒന്നാക്കാം, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല സ്റ്റുഡിയോകളിൽ ഒന്നാക്കാൻ പറ്റുന്നൊരു സ്റ്റുഡിയോ ആണത്. സർക്കാരിൻ്റെ കീഴിൽ ഇരിക്കുകയാണ്. ഒരുപാട് ഫെസിലിറ്റീസ് അവിടെ ഉണ്ട്. ഫ്ലോർ ഉണ്ട്, അല്ലെങ്കിൽ തന്നെ നല്ല ലാൻഡ്സ്കേപ്പ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ട്. ലാൻഡ്സ്കേപ്പും പോയി നശിപ്പിച്ചു, എല്ലാം നശിപ്പിച്ചു അവർ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ സർക്കാർ ഇറങ്ങി കഴിഞ്ഞാൽ ഇപ്പം കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഈ സർക്കാർ എനിക്ക് അറിയില്ല, മുന്നോട്ട് ഒരു പക്ഷേ ഈ സർക്കാർ വരുമെന്ന് എനിക്കറിയില്ല. അടുത്ത സർക്കാരെങ്കിലും പ്രതീക്ഷയോടെ എനിക്ക് അത്രേ ഉള്ളൂ. ഇപ്പോൾ പുതിയ പ്രോജക്റ്റുകൾ ഒന്ന് പറയാമോ? അടുത്ത പ്രോജക്റ്റ് ജനുവരിയിൽ ഷൂട്ട് തുടങ്ങാൻ വേണ്ടി ഇരിക്കുന്നത് പുതിയ പ്രോജക്റ്റ്. അപ്പോൾ ഇതിൻ്റെ എത്ര ദിവസം തിയേറ്ററിൽ പോയി നോക്കണം. എന്നാലും ഞാൻ അത്യാവശ്യം ദിവസങ്ങളിൽ ഞാൻ മാക്സിമം തിയേറ്ററിൽ ഓടിക്കാൻ നോക്കുന്നത്. അത് ജനുവരി തുടങ്ങുകയാണ് സിനിമ. അടുത്ത പടത്തിൻ്റെ പ്ലാനിങ്ങാണ്. അപ്പോൾ സ്ക്രിപ്റ്റൊക്കെ എല്ലാം എൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്, ഞാൻ തന്നെയാണ്. കഥാ, തിരക്കഥ, സംഭാഷണ, സംവിധാനം. അതെ അതെ. അഭിനയമുണ്ട്. അതിൽ ഞാൻ ഫൈനൽ ചെയ്തിട്ടില്ല. ഏതായാലും എല്ലാവിധ ആശംസകളും. TS അരുൺ ഗില്ലാഡിയാണ് ഇത്രയും സമയം സംവിധായകനും നടനുമായിട്ടുള്ള അദ്ദേഹമാണ് ഇത്രയും സമയം നമ്മോട് സംബന്ധിച്ചത്. വളരെ നന്ദി. സന്തോഷം, വളരെ സന്തോഷം. പിന്നെ പ്രേക്ഷകർക്ക് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ നിന്ന് സിനിമ കാണുക, ഞങ്ങളെപ്പോലുള്ള പ്രോത്സാഹിപ്പിക്കുക. ഇത്രയും നേരം ഞങ്ങൾക്കൊരു അവസരം തന്നതിൽ, എനിക്ക് അവസരം തന്നതിൽ ഞാൻ ജയ് ഹിന്ദിന് നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.